ഓരോ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളോട് ആൻസർ പറഞ്ഞു പോവുക. ഒരു ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നൽ തന്നിട്ടുണ്ട്. അതിന്റെ പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഒരു ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നൽ അല്ലെ, അതിന്റെ പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യും? ഏത് ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യുന്നത് പറയാം. ഇവിടെ ചോദിച്ചേക്കുന്നത് പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ ഏത് ഫോർമുലയാണ്? ഞാൻ ഈ പറഞ്ഞ ഫോർമുലയാണ്. ഈ പറഞ്ഞ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ഫോർമുല എഴുതുവാണ്. ഡെൽറ്റ എഫിന്റെ ഫോർമുല ഇവിടെ എഴുതുവാണ്. ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/2 പൈ d by dt ഓഫ് phi of t. ഇതിന്റെ മാക്സിമം ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറൽ എക്സ്പ്രഷൻ അറിയാം അല്ലെ. എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്? ഇതാണ് ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നൽ. ഒരു ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ എസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് 2 പൈ എഫ് സി ടി പ്ലസ് phi of t. ഇത്രയേ ഉള്ളൂ. അതിപ്പോ എ എം ആയാലും എഫ് എം ആയാലും ഇതാണ് അതിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ അകത്ത് phi of t എത്ര വരും? ഈ എക്സ്പ്രഷൻ തന്നേക്കുന്ന എക്സ്പ്രഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് phi of t? 75 അല്ലെ. ഇതാണ് 2 പൈ എഫ് സി ടി എന്ന് പറയുന്ന വാല്യൂ. ദെൻ അത് കഴിഞ്ഞിട്ട് phi ആണ് തന്നേക്കുന്നത്. എത്ര? 75 ഉണ്ട് സൈൻ 2 into 10⁻³ പൈ ടി. ഇതാണ് phi തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എഫ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/2 പൈ. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? phi of t യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? phi of t വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഒരു സൈൻ കമ്പോണന്റ് ആണ് അല്ലെ. അത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? $75 ഉണ്ട്. സൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് ആണല്ലോ വരുന്നത്. ഞാൻ ഡെറിവേറ്റീവ് എടുത്തു പോവാണേ. കോസ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ആണ് അല്ലെ. ഇന്റഗ്രേറ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് തീറ്റ വരും. പിന്നെ ഒരു ഇന്നർ ഡെറിവേറ്റീവ് കൊണ്ട് വരും. അത് എത്രയാണ്? 2 into 10⁻³ പൈയും കൂടെ വരും. അപ്പൊ ആ 75ന്റെ കൂടെ ആ ഒരു വാല്യൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 10⁻³ പൈ. എന്നിട്ട് കോസ് കൂടെ കൊടുക്കുക. കോസ് 2 into 10⁻³ പൈ ടി. ഇതിന്റെ മാക്സിമം ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ വാല്യൂ എത്രയാണ് വരുന്നത്? ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇത് കുറെ കോൺസ്റ്റന്റ് ആണ്. കോസ് ആകുമ്പോൾ 1 ആണ് അല്ലെ. കോസിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ കോസ് 1 ആയി പോകും. ബാക്കി മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ 2 പൈ ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് എത്രയാണ്? ഒരു 75 വരും. 75K. അതെ, 75K വരും. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണത്. ആ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഡെൽറ്റ എഫ്. കൂടുതൽ ചോദ്യം ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിട്ട്. അപ്പൊ 75K ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് മാക്സിമം ഫ്രീക്വൻസിയും ഫേസ് ഡീവിയേഷനും ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കൊന്ന് പറയാമോ എങ്ങനെ ചെയ്യാന്ന്? ഇവിടുത്തെ phi of t എത്ര? ഞാൻ ജനറൽ എക്സ്പ്രഷൻ എഴുതാം. ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറൽ എക്സ്പ്രഷൻ എ സി കോസ്. എപ്പോഴും അത് എഴുതി ശീലിക്കുക. കാരണം നമ്മൾ എപ്പോഴും അപ്പൊ അതങ്ങ് പഠിക്കും. ആ ഒരു എക്സ്പ്രഷൻ ഒരു തവണ എഴുതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കോസ് 2 പൈ എഫ് സി ടി പ്ലസ് phi of t. അപ്പൊ ഇവിടുത്തെ phi of t എത്രയാണ്? phi of t എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസി കമ്പോണൻസ് വരുന്നുണ്ട്. 30 സൈൻ 150
ടി. ആ തന്നേക്കുന്ന ഇക്വേഷനെ ഞാൻ ജനറൽ ഇക്വേഷനുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സാധനം ഫൈ ഓഫ് ടി ആണ്. ഓക്കെ, അപ്പൊ 30 സൈൻ 150 ടി പ്ലസ് 40 കോസ് 150 ടി ആണ് എന്റെ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ ഫൈ ഓഫ് ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, സോ കോസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് പറയാമോ? എന്താണത്? അതെ അതെ, ഒരു 2π വെളിയിലാണ്. നമ്മളത് തെറ്റിക്കാൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്നതാണ്. 2π വെളിയിലാണ്. ജനറൽ എക്സ്പ്രഷൻ ഇതാണ്. ആ 2π നിങ്ങൾ അകത്തേക്ക് എടുത്തിട്ട് വേണം ആ എക്സ്പ്രഷൻ എഴുതാൻ. അപ്പൊ ഞാൻ ആ എസ് ഓഫ് ടി എഴുതുവാണ്, കാരണം നമ്മുടെ ഫൈ മാറും. അതായത് കോസ് 2π അകത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 4π ഇൻറ്റു 10⁻⁶ ടി പ്ലസ് വീണ്ടും ആ ഒരു 2π അകത്തേക്ക് എടുക്കുമ്പോൾ 30 ഉണ്ട്, 60π ആവും. സൈൻ 150 ടി പ്ലസ് 40 ഇൻറ്റു 2π, അതായത് 80π. നിങ്ങൾ ഇതിന്റെ ആ ഒരു ലെങ്ത് ഒന്നും നോക്കണ്ട, കാരണം ഇച്ചിരി വലിയ കണക്കുകളാണ്. നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കോസ് 150 ടി, കാരണം ഗേറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം അറിയാലോ, കുറച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ആ കോസിന് മുമ്പാണ് 2π കിടക്കുന്നത്. ഞാനിപ്പോ അവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 2π എന്ന് പറയുന്നത് അകത്തേക്കാണ് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. ഇനി കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈ ഓഫ് ടി കിട്ടും അല്ലെ. ഇതാണ് ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഇനി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫൈ ഓഫ് ടി എത്ര കിട്ടും? ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് 60π സൈൻ 150 ടി പ്ലസ് 80π കോസ് 150 ടി. ഇതാണ് ഫൈ ഓഫ് ടി കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ കണ്ടുപിടിക്കണം, ഫേസ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഫൈ ഓഫ് ടി കിട്ടിയപ്പോൾ ഡെൽറ്റ എഫ് ഇതിനകത്ത് തന്നെ ഡെൽറ്റ ഫൈ കണ്ടുപിടിക്കാമല്ലോ. ഫൈ ഓഫ് ടിയുടെ മാക്സിമം എടുത്താൽ അത് കണ്ടോ, വേറെ എക്സ്പ്രഷൻ ഒന്നും പഠിക്കണ്ട, ഫൈ ഓഫ് ടിയുടെ മാക്സിമം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ഇത് ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 60π. ആൻസർ പറയാവോ? ആൻസർ മീൻസ് ഇതിന്റെ ആൻസർ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പറയാമോ? ഇതിന്റെ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നുള്ള ഫോമില. അതെ 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 അതെ. ഇപ്പൊ നമുക്ക് വന്നേക്കുന്നത് ഏത് ഫോമിലാണ്? എ കോസ് അല്ലെങ്കിൽ സൈൻ. ഓക്കെ, എ കോസ് 2π എഫ് നോട്ട് ടി പ്ലസ് ബി സൈൻ, സൈനും കോസും ആണല്ലോ, ബി സൈൻ 2π എഫ് നോട്ട് ടി. ഇത് ഫ്രീക്വൻസീസ് ഡിഫറെന്റ് ആയാലും നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് വന്നേക്കുന്ന സെയിം ഫ്രീക്വൻസീസ് ആണ്. സോ ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ, ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ മതി. സോ നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂ കിട്ടാൻ ജസ്റ്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ടേം എത്രയൊക്കെയാണ്? 60πയും 180πയും ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 60π സ്ക്വയർ പ്ലസ് 80π സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത് ഞാൻ എന്റെ ആൻസർ എഴുതുവാണ്. കാരണം 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 വരും. 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 സ്ക്വയർ പറഞ്ഞാൽ 36 ആണ്. അപ്പൊ നമുക്ക് വരുന്ന ആൻസർ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ, കാൽക്കുലേറ്ററിന് ആവശ്യമൊന്നുമില്ല. 5 സ്ക്വയറും വരും. സോ 100π എന്ന് വരും. 100π ഇത്രയും റേഡിയൻസ് ആണ്, യൂണിറ്റ് റേഡിയൻസിലാണ് കൊടുത്തേക്കുന്നത്. സോ റേഡിയൻസ് 100π ആണ് ഒരു ആൻസർ. ഡെൽറ്റ ഫൈയുടെ ആൻസർ ഇതാണ്. ഇനി ഫേസ് ഡീവിയേഷൻ നമ്മളിപ്പം പഠിച്ചല്ലോ. മാക്സിമം ഫേസ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാക്സിമം ഫേസ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഡെൽറ്റ എഫിന്റെ ഒരു ഫോർമുല ഇപ്പം പഠിച്ചു. ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1/2π d/dt ഓഫ് ഫൈ ഓഫ് ടി. ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചാൽ. ഓക്കെ, അപ്പൊ അത് ഇതേപോലെ ചെയ്യാം.
1/2π ഇൻറ്റു നിങ്ങൾ ഓൾറെഡി അത് എന്താണ് ഫൈ ഓഫ് ടി ഇവിടെ ഉണ്ടല്ലോ, ഫൈ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നോക്കിയേ 150 ആ ഒരു ഇന്ന ഡെറിവേറ്റീവ് വരും 150 ഇൻറ്റു അല്ലെ 60, 150 ഇൻറ്റു 60 വരത്തില്ലേ, 150 ഇൻറ്റു 60π. അപ്പൊ അങ്ങനെ കറക്റ്റ് അല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? നിങ്ങളത് ചെയ്ത് നോക്കുക. 150 ഇൻറ്റു 60π അത്രയും 150 ഇൻറ്റു 60π. ദെൻ സൈനിന്റെ എന്താണ്? കോസ് ആണ്. കോസ് 150t. ദെൻ മൈനസ് ആണ്, കാരണം കോസ് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈനാണ് വരുന്നത്. സൈൻ 150 വീണ്ടും മൾട്ടിപ്ലൈഡ് ചെയ്ത് വരും. സോ 80πയുടെ കൂടെ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. 80πയുടെ കൂടെ നമുക്ക് എന്താ വരുന്നത്? 80πയുടെ കൂടെ 150 കൂടെ വരും. ഇൻറ്റു 150 കോസ് അല്ലേ ഫംഗ്ഷൻ, കോസ് മാറി സൈൻ ആവും. സൈൻ 150t, രണ്ട് 150 ആണ്. സോ സൈൻ 150t ഇങ്ങനെ വരും. ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നിങ്ങൾ അത്യാവശ്യം വലിയൊരു വാല്യൂ ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഈ ഒരു വാല്യൂ ആണ്. അപ്പൊ നമുക്ക് 100π കിട്ടി. അതേപോലെ തന്നെ ഈ ഒരു 7.5k എന്നുള്ള വാല്യൂ കിട്ടും. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അപ്പൊ ഈ രീതിയിലാണ്. നേരത്തെ ഓൾറെഡി നമ്മൾ ഡെൽറ്റ എഫ് കണ്ടുപിടിച്ചിരുന്നല്ലോ, ഇതും 7.5k കിട്ടും. ഇവിടെയും ആ സെയിം കൺസെപ്റ്റ് എടുത്താൽ മതി. √a² പ്ലസ് v² എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും 7.5 kHz ആണ് കിട്ടുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഇതാണ്, 100πയും 7.5 ആണ് ഫ്രീക്വൻസി ഡീവിയേഷനും. അപ്പൊ രണ്ടിടത്തും ആ ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ കോസും സൈനും കൂടെ വരുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ മോഡലസ് എടുക്കുന്നത് അതുകൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് നമ്മുടെ നേരത്തെ ആ ബെസൽ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു മെസ്സേജ് സിഗ്നൽ തന്നിട്ടുണ്ട്, cos 4π സംതിങ്. ദെൻ കാരിയർ സിഗ്നൽ തന്നിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ യൂസ് ടു ജനറേറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ലെങ്തി ആയിട്ടൊക്കെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. സി ഓഫ് ടി എം ഓഫ് ടി ഡിഫൈൻ ചെയ്ത് അവിടെ തന്നിട്ടുണ്ട്. ഇഫ് ദ പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ ഓഫ് ദ ജനറേറ്റഡ് FM സിഗ്നൽ ഈസ് 3 times ദ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് FM. ശരിക്കും അവിടെ മുതലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അതായത് എന്താണ് പറയുന്നത്? ഇഫ് ദ പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ, അതാണല്ലോ ഡെൽറ്റ എഫ്. ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 times ദ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് AM. അതായത് ബാൻഡ്വിഡ്ത്ത് ഓഫ് AM എത്രയാണ്? AM-ന്റെ ബാൻഡ്വിഡ്ത്ത് എത്രയാണ്? ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് 3 times എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 ഇൻറ്റു എത്ര വരും? 2FM. ശരിയല്ലേ? അപ്പൊ എനിക്ക് അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? 6FM തന്നിട്ടുണ്ട്. അവരത് ആ ഒരു ഹിന്റ് അവിടെ പറയുന്നുണ്ട്. പീക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 times ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് AM ആണ്. ബാൻഡ്വിഡ്ത്ത് ഓഫ് AM അറിയണം, അത് 2FM ആണ്. അത് 3 times എന്ന് പറയുമ്പോൾ 6FM വരും ഡെൽറ്റ എഫ്. ഇതിനകത്ത് നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. എന്താ അത്? ഈ ബെസൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? കണ്ടുപിടിക്കാം, ഡെൽറ്റ എഫ് ബൈ എഫ്. അതെ അതെ, ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ FM ആണ് അല്ലെ? അത് എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എഴുതാം, എങ്കിലും നമുക്ക് ബാക്കി കൂടെ ചെയ്യാം. കാരണം ഇതിനകത്ത് ബീറ്റ 6 വരുന്ന ഒരേ ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, കാരണം അതാണ് അതിന്റെ ആൻസർ എന്നുള്ളത് നമുക്കറിയാം അല്ലെ? അപ്പോൾ ബീറ്റ 6 കിട്ടിയ വേറെ ഓപ്ഷൻ ഒന്നും വരുന്നില്ലല്ലോ, ബാക്കിയെല്ലാം 3, 3, 4, 6 ആണ്. അപ്പൊ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ അവിടെ വെച്ച് നമുക്ക്. പക്ഷെ ഇതിന്റെ ബാക്കി കൂടെ കണ്ടുപിടിക്കണം. ചോദിച്ചേക്കുന്നത് അതല്ല, ചോദിച്ചേക്കുന്നത് എന്താണ്?
ദെൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ദ ടേം, കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് cos 2π 1008 into 10⁻³ ഇതിന്റെ കോഎഫിഷ്യന്റ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും നമ്മുടെ ബേസിക് ഇക്വേഷൻ എഫ് എമ്മിന്റെ അറിയണം ഇൻ ടേംസ് ഓഫ് ദ ബെസൽ ഫംഗ്ഷൻ. നമ്മൾ ആ ഒരു സ്പെക്ട്രത്തിന്റെ കേസിൽ നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു. ആ ജനറൽ എക്സ്പ്രഷൻ ഞാനൊന്ന് എഴുതാൻ പോവാണ്. അപ്പൊ ബീറ്റ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ആ കോഎഫിഷ്യൻ ടേം കണ്ടുപിടിക്കണം. then the coefficient of, ഇവിടെ ഒരു കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഇതിന്റെ കോഎഫിഷ്യന്റ് എത്ര ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ബെസൽ ഫംഗ്ഷന്റെ ടേംസിൽ ആ കോഎഫിഷ്യന്റ് എത്ര ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ജനറൽ എക്സ്പ്രഷൻ അറിയണം. അപ്പൊ ആ ജനറൽ എക്സ്പ്രഷൻ ഞാനൊന്ന് എഴുതാം. എഫ് എമ്മിന്റെ കേസിലുള്ള ജനറൽ എക്സ്പ്രഷൻ എസ് എഫ് എം ഓഫ് ടി നമ്മൾ നേരത്തെ പഠിച്ച എക്സ്പ്രഷൻ തന്നെയാണ്. എ സി ഇൻറ്റു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജെ എൻ ഓഫ് ബീറ്റ, അല്ലെ? ആ എൻ എന്ന് പറയുന്ന ആ ഇന്റിജർ ആണ്. ദെൻ കോസ് 2π ഇൻറ്റു എഫ് സി പ്ലസ് എൻ എഫ് എം ഇൻറ്റു ടി. ഇതാണ് ആ ജനറൽ എക്സ്പ്രഷൻ. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഒരു ടേം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആ കൊസൈൻ സിഗ്നൽ തന്നെയാണ്. കണ്ടോ, കോസ് 2π ഇൻറ്റു, അത് ഞാനൊന്ന് എഴുതുവാണ്. കോഎഫിഷ്യന്റ് ഓഫ് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ്, അതൊന്ന് എഴുതി വെക്കുക. ജനറൽ എക്സ്പ്രഷൻ എഴുതിയിട്ട് ആ കോഎഫിഷ്യന്റ് ഓഫ് എന്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? കോസ് 2π തന്നെയാണ്. ഓക്കെ, 2π ഇൻറ്റു 1008 ഇൻറ്റു 10⁻³ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത്രയും ടി. ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിന് സിമിലർ ആയിട്ടുള്ള നമ്മുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടേം ഏതാണ്? ശരിക്കും നമ്മുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടേം ഇതിനകത്ത് ഏതാണ് കോഎഫിഷ്യന്റ്? നിങ്ങൾക്ക് പറയാം. ജനറൽ എക്സ്പ്രഷനകത്ത് കോഎഫിഷ്യന്റ് ഏതാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് ദിസ് ടേം ആണ്. അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ നമ്മുടെ കോഎഫിഷ്യന്റ് ടേം ഏതാണ്? ഇതാണ്. ഈ ഒരു ടേം ആണ് നമ്മുടെ കോഎഫിഷ്യന്റ്. നമുക്ക് ആകെ അറിയാവുന്നത് ബീറ്റയാണ്, അല്ലെ? ബീറ്റ അറിയാം. ദെൻ ഒരു കാര്യം കൂടെ അറിയാം, നമ്മുടെ കരിയർ സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പം കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് 5 ആണെന്ന് അറിയാം. എ സി അറിയാം. ഓക്കെ, കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എനിക്കറിയാം, ദാറ്റ് ഈസ് 5. സോ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എ സിയുടെ വാല്യൂ ഞാനിവിടെ എഴുതി 5 ആണ്. പിന്നെ എനിക്ക് ബീറ്റ അറിയാം. ബീറ്റ എത്ര ആണ്? 6 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ പക്ഷെ ഈ കോഎഫിഷ്യന്റ് ആ ഒരു കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് അറിയണം? നമുക്ക് എൻ അറിയണം. എന്ന് പക്ഷെ അറിയത്തില്ല. എന്ന് നമുക്ക് അറിയാത്തൊരു പാരാമീറ്റർ ആണ്. ഇനി ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷനോട് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നേക്കുന്നത് കോസ് 2π 1008 ഇൻറ്റു 10⁻³ ഇതാണ് തന്നേക്കുന്നത്. നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? കോസ് 2π എഫ് സി പ്ലസ് എൻ എഫ് എം ഇൻറ്റു ടി ആണ്. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ 2π കഴിഞ്ഞിട്ടുള്ള ടേംസ് എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം എഫ് സി പ്ലസ് എൻ എഫ് എം എന്തിന് ഈക്വൽ ആണ്? 1008 ഇൻറ്റു 10⁻³ ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് എഫ് സി കണ്ടുപിടിക്കാനുള്ള ഹിന്റ് തന്നിട്ടുണ്ട്. എഫ് സി ഇതിനകത്ത് തന്നിട്ടുണ്ട് 2π ഇൻറ്റു 10⁻⁶. ഓക്കെ, എ കോസ് 2π ഒമേഗ എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ 2π എഫ് സി ടി. എഫ് സി എത്ര ആണ്? 10⁻⁶ ആണ്. 10⁻⁶ ആണ് നമ്മുടെ എഫ് സി എന്ന് പറയുന്നത്. സോ എഫ് സി ഞാൻ ഇവിടെ എഴുതുവാണ്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എഫ് സിയുടെ വാല്യൂ 10⁻⁶ ആണ്. അത്രയും ഹെഡ്സ് ആണ്. ഓക്കെ, എഫ് എം തന്നിട്ടുണ്ട്. എഫ് എം എത്ര ആണ്? എഫ് എം ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോസ് 4π അല്ലെ, ആ ഒരു വാല്യൂ ആണ് തന്നിരിക്കുന്നത് എഫ് എം. അപ്പോ 2π ഇൻറ്റു 2 ഇൻറ്റു 10⁻³ എന്ന് എഴുതാമല്ലോ.
അപ്പം 2 × 10⁻³ ആണ് നമ്മുടെ എഫ് എം. 2 × 10⁻³ ഹെഡ്സ്. അപ്പൊ എഫ് സി അറിയാം, എഫ് എം അറിയാം. ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി. സോ എഫ് എം എത്രയാണ്? 10⁻⁶. n ഇൻറ്റു എഫ് എം എത്രയാണ്? 2 × 10⁻³ ഇതിനെ നമ്മൾ ഇവിടെ 1008 × 10⁻³ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, എന്നിന്റെ വാല്യൂ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ n 4 കിട്ടും. n 4 കിട്ടിക്കഴിഞ്ഞാൽ ഇനി എളുപ്പമാണ്. നമ്മുടെ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. എന്താണ് നമ്മുടെ എക്സ്പ്രഷൻ? എന്താണ്? n 4 വരുന്നതും ബീറ്റ 6 വരുന്നതും AC 5 വരുന്ന ഒരേ ഒരു കോഎഫിഷ്യന്റ് ഓപ്ഷൻ ഡി ആണ്. സോ നമ്മുടെ കോഎഫിഷ്യന്റ് എന്താണ്? കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് AC J4 6 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. AC 5 ആണ്. സോ AC J4 6 എന്ന് വരും. അപ്പൊ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നേരത്തെ ആ എഫ് എമ്മിന്റെ സിംഗിൾ ടോൺ എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ പോരാ. ആ ബീറ്റയുടെ ടേംസിലുള്ള എക്സ്പ്രഷന്റെ കൂടെ തന്നെ നമ്മൾ ഈ ബെസൽ ഫംഗ്ഷന്റെ ഫോർമുല കൂടി ഒന്ന് പഠിച്ചു വെക്കണം. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ കൂടുതൽ എഫ് എം ആംഗിൾ മോഡുലേറ്റഡ് എന്ന് ചോദിക്കുന്നത്. ബീറ്റ കണ്ടുപിടിക്കാനും ഡെൽറ്റ എഫ് കണ്ടുപിടിക്കാനും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയോ? ഒരു എന്താണ്, ഒരു കോമ്പോസിറ്റ് സിഗ്നൽ തന്നിട്ടുണ്ട്, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് can be employed to retrieve the sinusoidal component at omega m from xc of t? ആ കോമ്പോസിറ്റ് കമ്പോണന്റിൽ നിന്ന് നമ്മുടെ സിനുസോയിഡൽ കമ്പോണന്റ് അറ്റ് ഒമേഗ എം എനിക്ക് റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ചോദ്യം മെസ്സേജ് സിഗ്നലിനെ എങ്ങനെ റിട്രീവ് ചെയ്യണം, അതാണ് ചോദ്യം. മെസ്സേജ് സിഗ്നലിനെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കണം? തന്നേക്കുന്നത് കാണുമ്പോഴേ അറിയാം. ഇതെന്ത് എക്സ്പ്രഷൻ ആണ്? ഇതെന്തിന്റെ എക്സ്പ്രഷൻ ആണ്? അതെ, നാരോ ബാൻഡ് എഫ് എമ്മിന്റെ എക്സ്പ്രഷൻ ആണ്. ആ ഫേസ് ഷിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നാരോ ബാൻഡ് എഫ് എം ആണ്. സോ ഇത് ഞാൻ ശരിക്കും നമ്മൾ നേരത്തെ എവിടെയോ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇതിന്റെ ജനറേഷൻ മെത്തേഡ്സും ഡീമോഡുലേഷൻ മെത്തേഡ്സും ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് വേണ്ടത്? ശരിക്കും ഒരു ഡീമോഡുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, അല്ലെ? ഡീമോഡുലേറ്റ് ചെയ്താണ് മെസ്സേജ് സിഗ്നൽ എടുക്കേണ്ടത്. അപ്പൊ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാമോ? എൻവലപ്പ് ഡിറ്റക്ടർ. അത് നമ്മൾ AM-ന്റെ കേസിലാണ്. ശരിക്കും ഇവിടെ വേണ്ടത് ഒരു ഡിസ്ക്രിമിനേറ്റർ ആണ് കേട്ടോ. ഡിസ്ക്രിമിനേറ്റർ ആണ് വേണ്ടത്. ഓക്കെ, ഓപ്ഷൻ നാരോ ബാൻഡ് എഫ് എമ്മിനകത്ത് നമ്മൾ മെസ്സേജ് സിഗ്നലിനെ റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിസ്ക്രിമിനേറ്റർ ആണ്. ശരിക്കും എഫ് എം ഡിമോഡുലേറ്റേഴ്സ്, നാരോ ബാൻഡ് എഫ് എം ഡിമോഡുലേഷൻ ഡിസ്ക്രിമിനേറ്റർ ആണ്. എൻവലപ്പ് അല്ല. AM-ന്റെ കേസിലാണ് അത് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇതാണ് എഫ് എം സിസ്റ്റം. ഡീവിയേഷൻ ഈസ് 4 kHz. മോഡുലേറ്റിംഗ് വോൾട്ടേജ് 3 volt. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇഫ് ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഇൻക്രീസസ് ടു 1000 Hz and its amplitude is 5, then what is the modulation index? അപ്പൊ ഒരു തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീവിയേഷൻ 4 kHz എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഡെൽറ്റ എഫ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ മോഡുലേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? AM ആണ്. 3 volt അല്ലെ? പിന്നെ FM തന്നിട്ടുണ്ട് 400. ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ചോദ്യം മോഡുലേഷൻ ഇൻഡെക്സിനെ പറ്റിയാണ്. ഡെൽറ്റ എഫ് ബൈ എഫ്. അതെ, ബീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ തന്നേക്കുന്ന ഫസ്റ്റ് കേസ് വെച്ചിട്ട് ഞാൻ ബീറ്റ കണ്ടുപിടിക്കും. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ്. ഓക്കെ, ഡെൽറ്റ എഫ് ബൈ എഫ് എം ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്? ഓക്കെ, 4 kHz ആണ്. 4 × 10⁻³
400 10 എന്ന് വരും. ബീറ്റ 10 എന്ന് കിട്ടി. ഇനി അവര് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇഫ് ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഇൻക്രീസസ് ടു എ പർട്ടിക്കുലർ വാല്യൂ, അല്ലെങ്കിൽ എത്രയാണ് 1000 പോവുകയാണെങ്കിൽ അന്നേരമുള്ള മോഡുലേഷൻ ഇൻഡെക്സ് എത്ര ആയിരിക്കും? ബീറ്റ കിട്ടി. അടുത്ത സ്റ്റെപ്പ് പറയാമോ? നമുക്ക് അതെ അതെ. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ കേസിൽ ഇഫ് ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസസ് ടു FM 1000 ആക്കുവാണ്. ഓക്കെ, 1000 ആക്കുവാണ്. AM എത്ര ആകുന്നു? 5 വോൾട്ട് ആകുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ബീറ്റയ്ക്ക് നമ്മൾ നേരത്തെ ഒരു എക്സ്പ്രഷൻ കൂടി പറഞ്ഞായിരുന്നല്ലോ. എന്താണ്? ഡെൽറ്റ എഫിനൊരു KF into AM. അതെ, KF into AM by FM. ഇങ്ങനൊരു എക്സ്പ്രഷൻ കൂടി ഉണ്ടല്ലേ. ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് KF into AM by FM ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തതിലാന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് FM ഉണ്ട്, AM ഉണ്ട്. നമുക്ക് KF അറിയത്തില്ല. ഇവിടുന്ന് KF കണ്ടുപിടിക്കണം. KF എന്താണ്? (4k/3). അതായത് ഡെൽറ്റ എഫ് ബൈ AM 4k by AM 3 അല്ലെ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. KFന്റെ വാല്യൂ 4 kHz ഇൻറ്റു AM എത്രയാണ്? പുതിയ AM 5 ആണ്. ബൈ FM എത്രയാണ്? 1000 ആണ്. സോ ബീറ്റ് എത്ര കിട്ടും? തൗസൻഡ് 20/3 അല്ലെ. 20/3 അതായത് ഏകദേശം ഒരു 6.6 എന്നുണ്ട്. അപ്പൊ ഇവിടെ ബീറ്റയ്ക്ക് എന്താണ് സംഭവിച്ചത്? ബീറ്റ് എന്ത് ചെയ്യാണ്? കുറയുവാണ്. ഇറ്റ് ഈസ് ഡിക്രീസിങ് ഫ്രം 10 to 6.6. 10ൽ നിന്ന് 6.6 ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇവിടെയും ആ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് ബൈ FM. ആ ഫോർമുല അറിഞ്ഞിരിക്കണം. പിന്നെ ഡെൽറ്റ എഫിന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ, KF into AM. അപ്പം മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, മോഡുലേഷൻ ഇൻഡെക്സിന്റെ റിലേഷൻ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ചെയ്യാൻ പറ്റും. തന്നേക്കുന്ന പാരാമീറ്റേഴ്സ് ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് തന്നെ വരും. ആ തന്നേക്കുന്ന പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് എഴുതിയാൽ തന്നെ ആൻസർ വരും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ FM വേവ് ആണ് തന്നിരിക്കുന്നത്. ജനറൽ എക്സ്പ്രഷൻ ഇതൊരു സിംഗിൾ ടോൺ ആണ്. കാരണം ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം ഒരു സിംഗിൾ ടോൺ FM ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. സിംഗിൾ ടോൺ എക്സ്പ്രഷൻ എന്താണ്? S(t) is equal to AC into സൈനിലാണ് തന്നിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, സൈനിൽ തന്നിരിക്കുന്നു. എന്താണ്? സോ 2πfct പ്ലസ് ബീറ്റ സൈൻ. ഞാൻ ഈ തന്നേക്കുന്ന റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള സിംഗിൾ ടോൺ ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. സൈൻ 2πfmt. സോ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഒന്ന് ബീറ്റ 5 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാരിയർ ഫ്രീക്വൻസിയും മാക്സിമം ഡീവിയേഷനും ആണ്. ഓരോന്നിന്റെ വാല്യൂ പറയുവാണെങ്കിൽ FC എത്ര വരും? FC എത്ര വരും? 100 മെഗാ. അതെ 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 10⁸ ആണ്. 10⁸ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മെഗാ ഹെർട്സിലാണല്ലോ തന്നേക്കുന്നത്. സോ മെഗാ എന്ന് പറയുമ്പോൾ അല്ലെ 100 into 10⁶ എന്ന് എഴുതാമല്ലോ. ഇതാണ് 100 മെഗാ ഹെർട്സ്. അപ്പോ FC കിട്ടി.
ബീറ്റ കിട്ടി. ചോദിച്ചേക്കുന്ന ബീറ്റ അല്ല, മാക്സിമം ഡീവിയേഷൻ. മാക്സിമം ഡീവിയേഷൻ ഏതാണ്? ഡെൽറ്റ എഫ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ബീറ്റ അറിയാം. ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് ബൈ എഫ് എം അല്ലേ? എത്ര വരും? എഫ് എം അറിയണം. 1 kilohertz. എത്ര വരും? 1 kilohertz. അതെ അതെ, കറക്റ്റ് ആണ്. അപ്പൊ എഫ് എം എന്ന് നോക്കി നമുക്ക് എഴുതാം. എത്രയാണ്? 2 പൈ എഫ് എം ആണ് അല്ലെ? എഫ് എമ്മിന്റെ വാല്യൂ 2 പൈ എഫ് എം ആണ്. അപ്പൊ 200 വരും. ഇതിനകത്ത് നോക്കിയാൽ മതി, ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ കമ്പോണന്റ്. അപ്പൊ എഫ് എം 200 ആണ്. എഫ് എം 200 ആകുമ്പോൾ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് എഫ് എം. സോ ബീറ്റ എത്രയാണ്? 5 ആണ്. 5 into 200, അതായത് 1 kilohertz. സോ നമ്മുടെ ആൻസർ 100 മെഗാഹെർട്സും 1 kilohertസും ആണ് ഓപ്ഷൻ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 2 carriers of 40 megahertz and 80 megahertz. രണ്ട് കാരിയേഴ്സിനെ നമ്മൾ എഫ് എം മോഡുലേഷൻ ചെയ്തേക്കുവാണ് ബൈ എ സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി 4 kilohertz. അപ്പൊ അവിടെ കാരിയർ ഫ്രീക്വൻസീസും മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസീസും വന്നിട്ടുണ്ട്. രണ്ട് കേസിലും ബാൻഡ് വിഡ്ത്ത് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പീക്ക് ഡീവിയേഷൻ ഇൻ ദ 2 cases? ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. തന്നേക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ 2 കേസായിട്ടല്ലേ അവർ തന്നേക്കുന്നത്. 2 കേസായിട്ട് ഞാനത് എഴുതുവാണ്. കേസ് 1, കേസ് 2. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് ഒരു കാരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 40 മെഗാഹെർട്സ്. അടുത്ത കേസിൽ കാരിയർ ഫ്രീക്വൻസി 80 ആണ്. ഈ കേസിൽ മെസ്സേജ് സിഗ്നൽ തന്നിട്ടുണ്ട് 4 kilohertz. അടുത്ത കേസിലും സെയിം ആണ്, എഫ് എം 4 kilohertz തന്നെയാണ്. ഇനി രണ്ടിന്റെയും ബാൻഡ് വിഡ്ത്ത് സെയിം ആണ്. ബാൻഡ് വിഡ്ത്ത് 1, ഞാൻ ഇപ്പുറത്തത് ബാൻഡ് വിഡ്ത്ത് 2 കൊടുക്കുവാണ്. രണ്ടിന്റെയും ബാൻഡ് വിഡ്ത്ത് എന്താണ്? സെയിം ആണ്. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മളോട് ചോദിക്കുന്നത് പീക്ക് ഡീവിയേഷൻ ആണ്. അപ്പൊ ഏത് ഫോർമുല ഉപയോഗിക്കുന്നത്? ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് 2 into FD plus FM. അതെ അതെ അതെ, 2 into ബാൻഡ് വിഡ്ത്ത് കാഴ്സൺസ് റൂൾ വെച്ചിട്ട് നമുക്ക് എഴുതാമല്ലോ. 2 into ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം. ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻസ് എഫ് എം മാത്രമാണ് സെയിം ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ F1 എന്ന് കൊടുക്കുവാണ്. അടുത്തതിന്റെ കേസിൽ 2 into ഡെൽറ്റ F2 എന്ന് കൊടുക്കുവാണ്. ആ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. പീക്ക് ഡീവിയേഷൻ ഇൻ 2 cases ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണത്തിന്റെ F1ഉം അടുത്തതിന് F2ഉം കൊടുക്കുവാണ്. എഫ് എം സെയിം ആണല്ലോ. സോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റേഷ്യോ എന്ത് വരും? അപ്പൊ 2F1 നമുക്ക് കളയാം. ബാക്കി 2 delta F1 is equal to, this implies എന്താണ്? 2 delta F1 is equal to 2 delta F2. റേഷ്യോ എന്താ? 1:2 ആണോ 1:1 ആണോ? രണ്ടിടത്തും 2FM പോകും. 2 delta F1 is equal to 2 delta F2 എന്നല്ലേ വരുന്നത്? 2 ക്യാൻസൽ ചെയ്ത് പോവുകയല്ലേ? രണ്ടിടത്തും എങ്ങനെ 2 ക്യാൻസൽ ആയി പോകുന്നു. ശരിയാണ്, F1 ക്യാൻസൽ ആയി പോകുന്നില്ലേ? പിന്നെ F1ഉം F2ഉം മാത്രമല്ലേ ഉള്ളൂ. 1:1 അല്ലേ വരത്തുള്ളൂ. F1 1:1. സോ ആൻസർ 1:1 ആണ്. കാരണം ബാക്കി എല്ലാം പോകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ചില ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇത് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സി ആണ് ആൻസർ. 1:1 ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു.